എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ 26ാം സംസ്ഥാന സമ്മേളനം ജനുവരി 17-18 തീയതികളിൽ എറണാകുളത്ത് അധ്യാപക ഭവനിലും ആശിർ ഭവനിലുമായാണ് സമ്മേളന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ആശിർ ഭവനിൽ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ 26ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 17-18 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കും. ജനുവരി 17-ന് അധ്യാപക ഭവനിലും ജനുവരി 18-ന് ആശിർ ഭവനിലുമായാണ് സമ്മേളന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറിയെ ഇല്ലാതാക്കുന്ന പൊതുവിദ്യാഭ്യാസ ഏകീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിക്കും. സംസ്ഥാന പ്രസിഡന്റ് K. സിജു, സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ശ്രീജേഷ് കുമാർ, സംസ്ഥാന ട്രഷറർ VS സുനിൽ, സംസ്ഥാന സെക്രട്ടറി VP സാജൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി രാജേഷ് KS എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം എറണാകുളത്ത് നടക്കുന്നത്. ജനുവരി 17 വെള്ളിയാഴ്ച അധ്യാപകനിൽ വെച്ചിട്ടാണ് പതാക ഉയർത്തലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ സെമിനാറുകളും നടക്കുന്നത്. 18-ാം തീയതി ശനിയാഴ്ച ആശിർ ഭവനിൽ വെച്ചാണ് നമ്മളുടെ പൊതുസമ്മേളനം നടക്കുന്നത്. ഉദ്ഘാടകനായി എത്തുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവറുകളാണ്. അതുപോലെ തന്നെ MLA വിജയ് വിനോദ് അദ്ദേഹവും സമ്മേളനത്തിൽ സാന്നിധ്യമുണ്ട്. അതുപോലെ കാലടി സർവകലാശാലയുടെ VC KK ഗീതാകുമാരി മാഡം നമ്മളുടെ യാത്രയപ്പ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പ്രതിഭകളെ ആദരിക്കുക എന്ന് പറയുന്ന PhDയും അതേപോലുള്ള അവാർഡുകളെല്ലാം വാങ്ങിയ അധ്യാപക സുഹൃത്തുക്കളെ ആദരിക്കുന്ന ഒരു സെക്ഷൻ കൂടി നമ്മൾ 18-ാം തീയതി ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിലും പ്രധാനമായി 5 വിഷയങ്ങളാണ് ഞങ്ങൾ ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹയർ സെക്കൻഡറി ഇല്ലാതാക്കുന്ന ഖാദർ കമ്മിറ്റി പരിഷ്കാരങ്ങൾ സർക്കാർ നിർത്തിവെക്കണം എന്നുള്ളതാണ്. അതിൻ്റെ 2 ഘട്ട റിപ്പോർട്ടിനും സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞു. കേരള വിദ്യാഭ്യാസ നിയമം ഭേദഗതി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഹയർ സെക്കൻഡറിയുടെ സ്വതന്ത്രമായ നിലനിൽപ്പ് അത് ആവശ്യമാണ്. 91 മുതൽ കേരളത്തിൽ ഹയർ സെക്കൻഡറി മേഖല പ്രവർത്തിക്കുന്നത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എയ്ഡഡ് ഗവൺമെൻറ് മേഖലയിൽ ഹയർ സെക്കൻഡറി കൈവരിച്ചിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്വതന്ത്രമായ ഡയറക്ടറേറ്റിന് കീഴിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ സ്വതന്ത്രമായ ഹയർ സെക്കൻഡറിക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അതേസമയത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാവണം. അതല്ലാതെ -2 മുതൽ +2 വരെ ഏകീകരിച്ചുകൊണ്ടുള്ള ഖാദർ കമ്മിറ്റി ശുപാർശ നടപ്പാക്കുകയാണെങ്കിൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാര തകർച്ചയ്ക്ക് അത് കാരണമാകും. പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള കൊഴിഞ്ഞുപോക്കിന് അത് കാരണമാകും എന്നുള്ളത് പൊതുവേ എല്ലാവരും ഉയർത്തിയ വിഷയമാണ്. പക്ഷേ ഗവൺമെൻറ് അതിൽ വളരെ നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോകണം. സ്വതന്ത്രമായ ഹയർ സെക്കൻഡറി നിലനിർത്തണം എന്നുള്ളതാണ്. എന്നിട്ട് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് KHSTയെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം. 3 തൊട്ട് നടപ്പാക്കിയ പങ്കാളിത്ത പെൻഷൻ പുനരാലോചിക്കും, അത് പിൻവലിക്കും എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടാണ് 2016 ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ മുന്നോട്ട് വെച്ചു. പക്ഷേ 2021 തുടർഭരണം കിട്ടി. ആ സർക്കാരും ഇപ്പോൾ അതിൻ്റെ കാലാവധി പൂർത്തിയാക്കാൻ ഒരുങ്ങുമ്പോഴും ആ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. കാരണം 2013 UDF സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയപ്പോൾ അതിനെതിരെ സമരം നയിച്ചിരുന്ന ഇടതുപക്ഷ സംഘടനകൾ ഇവിടെയുണ്ട്. അതിന് പിന്തുണ നൽകിയ ഇടതുപക്ഷ മുന്നണിയുണ്ട്. പക്ഷേ ആ മുന്നണിക്ക് 2 ഘട്ടത്തിൽ അധികാരത്തിൽ കിട്ടിയിട്ടും സ്വാഭാവികമായിട്ട് ആ പങ്കാളിത്ത പെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പിന്നെ ഹയർ സെക്കൻഡറി മേഖലയായിട്ട് സവിശേഷമായ പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന ജൂനിയർ അധ്യാപക വിഷയം എന്ന് പറയുന്നത്. ജൂനിയർ അധ്യാപക പ്രശ്നത്തിന് ഹയർ സെക്കൻഡറിയുടെ ആരംഭകാലം തൊട്ട് തന്നെ അതിന് പഴക്കമുണ്ട്. അപ്പം ജൂനിയർ അധ്യാപകർ സ്വാഭാവികമായിട്ട് ഹൈസ്കൂളിൽ പാർട്ട് ടൈം അധ്യാപകർ 5 വർഷം കഴിയുമ്പോൾ ഫുൾ ടൈം അധ്യാപകരായി മാറും. അതുപോലെ ഹയർ സെക്കൻഡറി മേഖലയിൽ ജൂനിയർ അധ്യാപകർ 5 വർഷം കഴിയുമ്പം സീനിയർ തസ്തികയിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് എയ്ഡഡ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും ആവശ്യമുണ്ട്. പിന്നെ ക്ഷാമബത്ത കുടിശ്ശിക ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. 19% ക്ഷാമബത്ത കുടിശ്ശികയായിട്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. ശമ്പള പരിഷ്കരണം 2019 നടപ്പാക്കിയെങ്കിലും അതിൻ്റെ ഏതെങ്കിലും കുടിശ്ശികയോ അർഹിച്ച ക്ഷാമബത്ത കുടിശ്ശികയോ ഇതുവരെ സർക്കാർ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീയതി പോലും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയത്ത് 2024 കഴിഞ്ഞ് 25 ആവുന്നു. പുതിയൊരു ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട കാലയളവായി. അതും ഞങ്ങൾ സമ്മേളനം മുന്നോട്ട് വെക്കുകയാണ്. ഗവൺമെൻറ് പുതിയ ശമ്പള കമ്മീഷനെ നിയമിക്കണം. ശമ്പള പരിഷ്കരണം അതിൻ്റെ മുൻകാല പ്രാബല്യത്തോടുകൂടി 5 വർഷം പൂർത്തിയായി മുറക്കി ആ ഒരു മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള പരിഷ്കരണം നടപ്പാക്കണം എന്നുള്ളതാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, എറണാകുളം.
ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.